ഭാര്യമാരോട് തിരുവനന്തപുരം എന്ന് വിളിക്കുമ്പം തിരുനെറ്റിക്കല്ലിൻ്റെ താഴ്വരി എന്ന് വീറിട്ട് കിട്ടിയിരിക്കുന്ന ഓമന സന്താനമാണ് മുത്തപ്പൻ്റെ. സന്താനമില്ലാത്തവർക്ക് സന്താനത്തെ കിട്ടിയാൽ എന്താ ഉണ്ടാവര്? സന്തോഷമുണ്ടാവൂലേ? അങ്ങനെ അയ്യങ്കര മൂലത്ത് കൊണ്ടുവന്നൂല, അയ്യങ്കര മൂലത്ത് കൊണ്ടുവന്നു, അയ്യങ്കര ദേവന്റെ മുമ്പ് കൊണ്ടുവച്ചൂല. എന്ത് പാല് കൊടുത്തിട്ടാന്ന് നീ വളർത്തലില്ല, പ്രസവിക്കാതെ നടപ്പാറുണ്ടാവില്ല. അങ്ങനെ അയ്യങ്കര വാടുന്ന മുന്നിൽ കുതിരപ്പാല് കൊടുത്താൽ കുതിരയുടെ മുഖം വരും, ആനപ്പാല് കൊടുത്താൽ ആന മുഖം വരും. ഇങ്ങനെയൊക്കെ വിശേഷ ബന്ധങ്ങളെല്ലാം വരുന്ന കാലത്ത് പയ്യാവൂർ ശുഭകടാശം കൊണ്ടെൻ്റെ പാടിക്കുട്ടി അമ്മക്ക് ബലപ്പെടുത്തി ക്ഷീരം തന്ന് വളർത്താൻ ഒരു ഭാഗ്യമുണ്ടായി. അയ്യങ്കര മൂലത്തുനിന്ന് വളർന്നു മുത്തപ്പൻ പാടിക്കുട്ടി അമ്മയോട് പറഞ്ഞു, എനക്കൊരു വില്ലും ശരവും വേണമെന്നില്ല. ആരാ മുത്തപ്പന് വില്ലും ശരവും തന്ന്? പാടിക്കുട്ടി അമ്മയെ തന്നില്ല. എല്ലാവരും ഇവിടെ കാലത്തെല്ലാം അമ്പും പില്ലും കൂടെ നടന്നിട്ടില്ലേ അല്ലേ? അവിടെയാ എല്ലാം ആ പ്രായത്തിലുള്ള അനുഭവം അങ്ങനെയാണ് അല്ലേ? അതുപോലെ അന്നുള്ള കാലം അങ്ങനെയാണ് അല്ലേ? അതുപോലെ എൻ്റെ പാടിക്കുട്ടി അമ്മ തന്നു, വില്ലും ശരവും തന്നു. എവിടെ മല നോക്കിപ്പോയി പൊട്ടനിയും കോരനിയും എല്ലാം എയില് വന്നു. അയ്യങ്കര മൂലത്ത് കൊണ്ടുപോയി മുത്തപ്പൻ ചുട്ട് കരിച്ചു. മുത്തപ്പനല്ല ബ്രാഹ്മണന്മാർക്ക് പറ്റുവാ? അയ്യങ്കര വാടെന്ന് വിശ്വസിച്ചു. പാടിക്കുട്ടി ഓമന പൊന്മകൻ നിമിത്തം എനക്കെൻ്റെ മൂലത്ത് പൊറുതിയില്ല. ഇത് കേട്ടിട്ട് മുത്തപ്പനടിയാ പോയത് കനകഭൂമി കുന്നത്തൂർപ്പാടിയിലേക്ക് പോയില്ലേ? കുന്നത്തൂർ പോയില്ല, കടന്ന കാണാനുണ്ട്. ഓടിട്ട മാടമില്ല, ചെമ്പടിച്ച ശ്രീകോവിലില്ല, ഇരണ്ട മട, ഉരുണ്ട കല്ല്, മലയിലെ കാറ്റും ഓടയിലെ വെള്ളവും ആനക്കൊളുപ്പും എല്ലാം സഹിച്ച ദൈവല്ലേ മുത്തപ്പനല്ലേ? ചെമ്പടിച്ചാലും മടപ്പരിയാണ് മുത്തപ്പനെ. അതുപോലെ എൻ്റെ വാടിയാഹാരമായിട്ട് നിറകുന്നിരിക്കുന്ന ദൈവമാണ്. കരിക്കല്ല് കൊണ്ട് ത്രാഭാരം തൂക്കുന്ന ദൈവം മുത്തപ്പനേ ഉള്ളൂ. വേറെ ദേവന്റെ മുന്നിൽ പോയാൽ ചന്ദ്രമുട്ടിയും പഞ്ചസാരയും നാളികേരങ്ങളും എല്ലാം വേണമല്ലേ? കുന്നത്തൂർ പാടി പോയാൽ കരിങ്കല്ല് കൊണ്ട് ത്രാഭാരം തൂക്കാനാണ്. എൻ്റെ അടിയാന്മാർക്ക് അന്ന് തരാൻ അതേ സാധിക്കില്ല. അങ്ങനെ അടിയാന്മാരുമായി ചേർന്നിരിക്കുന്ന ദൈവമാണ്. അതിന് ശേഷമാണ് ആറിൻ്റെ കല്ലിലേക്ക് വന്നു. കുന്നിലെ തീയനും കളിയിലെ പെരുവണ്ണാനും രണ്ട് അംശമായി ചേർന്നിരിക്കുന്ന ദൈവമാണ്. കളി പെരുവണ്ണാൻ ചൂണ്ടയിട്ട മത്സ്യവും കുന്നിലെ തീയൻ കെട്ടിമാറിയിരിക്കുന്ന മധുബലിയാണ് എനിക്ക് പൈകിട്ടി വെക്കുമ്പോൾ തന്നല്ലേ? ആ ചേർച്ചാ ബന്ധം പോലെ നമ്മളെ പൂർവ്വന്മാർ അകലെ തളവും മാട് കുടുക്ക നീരും പകർന്ന് നട്ട് നനച്ചൊരു പൊടിക്കളായതല്ലേ? ഈ കെട്ടേണ്ട വാരായിട്ടില്ലോ അല്ലേ? എല്ലാം പരുത്തി കെട്ടേണ്ട വാരാണ് അല്ലേ? എല്ലാവരും ചേരുന്നില്ലേ? എന്തെല്ലാം കുറഞ്ഞു പോയിനാ കുടുംബോളാന്ന് കുടുംബം അല്ലേ? എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട്. അതുപോലെയല്ല ലക്ഷണം കൊണ്ട് എല്ലാം മടപ്പരയാവണം, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ലക്ഷണമെല്ലാം അല്ലേ മുത്തപ്പം കണ്ടിട്ടില്ലേ? അണ്ടനാർ പാടിക്കുറ്റം പൈത്തൂർ കാലിയാറും നിറയക്കുന്ന നിർവാഹനം അല്ലേ? മൂന്നായുധാണ് മുത്തപ്പനിപ്പോഴുള്ളത് അല്ലേ? അതൊരു നല്ല ലക്ഷണമാണല്ലേ? മുത്തപ്പനും നാനാറും ആണ്ടനാർ അന്ത്യത്തറയും മൂന്നാർക്കുള്ള അനുഭവം ആയിട്ടുണ്ടല്ലേ? എൻ്റെ മനസ്സ് കരുതിയതോ ഭക്തൻ നേർച്ച വന്നതായാലും ലക്ഷണം കൊണ്ട് കാര്യം പൂർണ്ണത വന്നിട്ട് മടപ്പരയാവേണ്ട ലക്ഷണമാണ് മുത്തപ്പൻ കണ്ടില്ലേ? മടപ്പരയായാൽ എല്ലാ ആണ്ടിലും കാണണമെന്നില്ല. ഏത് അവസരമായാലും ഇവിടെ ഒരു 3 സംപ്രസരം തേന്ന് കണ്ടാൽ മതി അല്ലേ? ലക്ഷണം കൊണ്ട് ഇങ്ങനെയാ മുത്തപ്പൻ കണ്ടത് കേട്ടോ. തടസ്സമൊന്നുമില്ല. അതിൻ്റെ പ്രയാസം എല്ലാം നീക്കിയിട്ട് സന്തോഷമായിട്ട് കൂടി കാണാൻ സഹായിച്ചാൽ പോരെ അല്ലേ? വാക്ക് കൊണ്ട് വരുന്നവരൊക്കെ അവിടെ ഭംഗി നിങ്ങളെ എന്തോടല്ലേ?